എല്ലാവർക്കും നമസ്കാരം. ഇന്നും പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് തന്നെയാണ്. ഈ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും നമ്മളും ഈ യൂണിവേഴ്സും തമ്മിലുള്ള ഒരു സ്ട്രോങ് ബോണ്ടാണ്. ഈ സ്ട്രോങ് ബോണ്ട് നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഈ സ്ട്രോങ് ബോണ്ട് നമ്മുടെ ഇടയിൽ വരണമെങ്കിൽ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിനെ നമ്മൾ വരുതിക്ക് വെക്കണം. നമുക്ക് എങ്ങനെ വരുതിക്ക് വരുത്താൻ പറ്റും എങ്കിൽ മാത്രമാണ് അതിൽ ഈ മാനിഫെസ്റ്റേഷൻ നമുക്ക് വിജയിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ എത്ര നേരം അല്ലെങ്കിൽ എത്ര ദിവസം ചെയ്തിട്ടും മാനിഫെസ്റ്റേഷൻ ഒരിക്കലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കില്ല. അൺകോൺഷ്യസ് മൈൻഡ് എപ്പോഴും നെഗറ്റീവ് തോട്ട്സിനെയാണ് കൂടുതലും നമുക്ക് തരുള്ളൂ. ആ നെഗറ്റീവ് തോട്ട്സിനെ കളഞ്ഞിട്ട് അതിനെ പോസിറ്റീവിലോട്ട് കൊണ്ടുവരുമ്പോഴാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എപ്പോഴും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് പെട്ടെന്ന് നടന്നു കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് രാത്രി ഉറങ്ങാൻ നേരത്ത് പോസിറ്റീവായി തിങ്ക് ചെയ്യുക, ചിന്തിക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാലും പോസിറ്റീവായി ചിന്തിക്കുക എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ആഗ്രഹം അല്ലെങ്കിൽ രണ്ടാഗ്രഹം നിങ്ങൾ ഡെയിലി മനസ്സിൽ ഓർക്കുക, അത് എഴുതി വയ്ക്കുക, അത് ഡെയിലി വായിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 7 ദിവസം കൊണ്ട് നമ്മുടെ ഈ യൂണിവേഴ്സ് നമുക്ക് അതിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് കാണിച്ചു തരും. നടക്കാൻ പോകുന്നതിൻ്റെ സൂചനകൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ തീർച്ചയായും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് യൂണിവേഴ്സ് തന്നെ നടത്തിയിരിക്കും. നിങ്ങൾക്കത് കിട്ടിയിരിക്കും. അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അത് പഠിത്തമായിക്കോട്ടെ, അല്ലെങ്കിൽ അത് വേറെ എന്ത് കാര്യം വേണമെങ്കിലും ആയിക്കോട്ടെ. ഡിപ്പെൻഡിങ് നിങ്ങളാണ്, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അൺകോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ വരുതിക്ക് വരുത്താം എന്നുള്ളത് നാളെ പറഞ്ഞുതരാം. അതുവരേക്കും എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം നടന്നുകൊണ്ട് ടാറ്റ ബൈ.